ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിധാ മാഡത്തിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാ ഏത് പാതിരാത്രിക്കായാലും അയാൾ വന്നോളും. അങ്ങനെയാണെങ്കിലേ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ വാ, ഞാനിവിടെ ഫുഡ് റെഡിയാക്കാം. ആ ആയിക്കോട്ടെ മാഡം. ഞാനിവിടെ സദ്യ ആയിരിക്കും ഉണ്ടാക്കുന്നേ. അതല്ല, വരുണ് നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വരുത്താം. നോ പ്രോബ്ലം മാഡം, എനിക്ക് വെജ് നല്ല ഇഷ്ടമാണ്. ഓ ആ, എന്നാ ശരി മോളെ, മറക്കരുതേ. ഞങ്ങള് വന്നോളാം. ശരി മോളെ. എഴുതി, നമ്മൾ അവരുടെ പേരിൽ വഴിപാട് കഴിപ്പിച്ച കാര്യം അവരറിഞ്ഞു. രണ്ടുപേരും ആരാണെന്ന് അറിയാനുള്ള ശ്രമത്തിലാ. എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അമ്മ മകളുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുന്നു, ആ അമ്മയെ അന്വേഷിച്ച് മകളും മകളുടെ ഭർത്താവും നടക്കുന്നു. എന്റെ വിധി അല്ലാതെന്താ? ദേ, വിധിയെ കുറ്റം പറയരുത്. മോളെ കാണാതായി, ഇപ്പൊ അവളുടെ അടുത്ത് വന്നില്ലേ. മോളുടെ സങ്കടങ്ങളെ പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു. അവളുടെ സങ്കടങ്ങളെല്ലാം തോർത്തിയില്ലേ. ദേ, ഇപ്പൊ മോളുടെ വിവാഹം നടന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു, അതും നടന്നു. പിന്നെന്താ? പിന്നെ ഒരു കാര്യം ബാക്കിയുള്ളൂ. അവളുടെ മുന്നിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി, അതെന്ന് മാറ്റാനാവുന്നുള്ള ചിന്ത. എടോ, ഈ ഫിദാ മേഡത്തിന് ഒരു മുഖം മൂടി ഉണ്ടോ? പിന്നെ ഫിദാ മാഡം മുഖം മൂടിയിട്ടല്ല നടക്കുന്ന. അത് വസ്ത്രത്തിന്റെ കാര്യമല്ലേ, അല്ലാതെ വേറൊരു മുഖമുണ്ടോന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. താൻ ഫിദാ മേഡത്തിന്റെ രീതികളൊക്കെ നോക്കി. ക്ഷേത്രത്തിനോട് വിരോധമില്ല, ക്ഷേത്രത്തിലെ വഴിപാടുകൾ മറ്റുള്ളവർ വിട്ട് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് താൻ പറയുന്നു. ഇപ്പതേ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോ വെജിറ്റേറിയൻ സദ്യ. മൊത്തത്തില് എന്തോ കൂടി കുഴഞ്ഞു കിടക്കുന്ന പോലെ. ഫിദാ മാഡം വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. പിന്നെ ഫിദാ മാഡത്തിന്റെ കൃഷ്ണഭക്തിയെ കുറിച്ച് അറിയാവോ? എങ്ങനെ? ഫിദാ മാഡം ഭയങ്കര കൃഷ്ണഭക്തയാ. ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള എല്ലാ പുരാണങ്ങളും എല്ലാം ഫിദാ മാഡത്തിന് നന്നായിട്ട് അറിയാം. എനിക്കതറിഞ്ഞപ്പോ ഭയങ്കര അത്ഭുത തോന്നിയത്. പിന്നെ എനിക്ക് മനസ്സിലായി ഭഗവാന്റെ ലീലകൾ ആരാ ഇഷ്ടപ്പെടാത്തതെന്ന്. ഏത് വിഭാഗക്കാരായാലും. വീണ്ടും ആലോചനയായോ? ആലോചിക്കാനുണ്ടോ? ഒരുപാട് ആലോചിക്കാനുണ്ട്. എവിടെയോ ഒരു ഉത്തരം കാത്തു കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടുപിടിക്കാം. പിന്നെ